ഈ ചിത്രങ്ങളുടെ എല്ലാം ഒരു പോപ്പുലാരിറ്റി എന്നെ സഹായിച്ചത് ഒരു യൂറോപ്യൻ ട്രിപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു. അതിൽ ഫാമിലി ട്രിപ്പാണ്, നമുക്ക് കാശൊന്നും കിട്ടില്ല, പക്ഷേ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാം. സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാമിലിയൊന്നും ഈ വിദേശയാത്ര അതിനോടൊന്നും യോജിപ്പുള്ള കൂട്ടത്തിലില്ല. പക്ഷേ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു താല്പര്യം തോന്നി. കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് 2 പെൺമക്കളാണ്, അതുകൊണ്ട് അധികം ചിലവാക്കരുത് എന്ന് എപ്പോഴും പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ചിലവൊന്നും ആവില്ല, ഇതിപ്പോൾ എല്ലാം സ്പോൺസറാണ്, അദ്ദേഹത്തിൻ്റെ ചിലവിലാണ് പോകുന്നത്. അവിടെ പോയ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വെച്ച് ജർമ്മനിയിൽ പോയപ്പോൾ ഇന്നസെൻ്റ് ഏട്ടനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ ഇന്നസെൻ്റ് വെച്ചു, ഇന്നസെൻ്റ് എന്നെ മനസ്സിലായോ, നീ ജോസഫ് അല്ലേ? അതെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണാണ്. ഇന്നസെൻ്റ് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനെ ഒരുമിച്ച് പഠിച്ചവനാ, ഇവൻ പാസ്സായി പോയി, ഞാൻ ആ ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ജോസഫ് വന്നിരിക്കുന്നത് ജോസഫിൻ്റെ മകളുടെ വിവാഹമാണ്. പള്ളിയിൽ ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ചയാണ് ഇന്നസെൻ്റ് വരണം. ഇന്നസെൻ്റ് പറഞ്ഞു, ഞാൻ വരില്ല. അതെന്താ, നീ ഇവിടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട്, ജർമ്മനിയിലുണ്ട്, ഞായറാഴ്ച ഇവിടെ ഉണ്ട്, പക്ഷേ കല്യാണത്തിന് വരില്ല. അതെന്താ? നമ്മൾ ചോദിച്ചു എന്താണെന്നോ പുള്ളി എൻ്റെ ബുദ്ധിമുട്ട് വിവരിച്ചു. കാരണം പുള്ളി പറഞ്ഞത് ശരിയാണ്, ജർമ്മനിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവിടെ ഇംഗ്ലീഷിന് പോലും ഒരു പ്രസക്തിയില്ല. അവിടെ എല്ലാം റൂമിൻ്റെ കീ ചോദിക്കുന്ന പോലും, ഇന്ന് മാറിയിട്ടുണ്ടാവും, അന്ന് റൂമിൻ്റെ കീ ചോദിക്കുമ്പോൾ റൂം നമ്പർ പോലും ജർമ്മൻ അക്കത്തിൽ തന്നെ പറയണം. അത്ര എല്ലാവരും ജർമ്മൻ ഭാഷയിൽ മാത്രമേ സംസാരിക്കൂ. ഇപ്പോഴും അവിടെ ജർമ്മൻ ഭാഷ അല്ല. മൊയ്തീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മൊയ്തീൻ ഇവിടെ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നത്, പിന്നെ ജർമ്മനി ചെന്നാൽ പിന്നെ പറയണം. സത്യം ചിരിക്കുന്നതെന്നുള്ള ആയിട്ടിരിക്കുന്ന ഷർട്ട് യഥാർത്ഥത്തിൽ വെള്ളയാണ്, തിരിച്ചിട്ടിരിക്കുന്നത് ആഴ്ച 2 പ്രാവശ്യം ഇടും. കറക്റ്റാ. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ, പുള്ളി ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ജർമ്മൻ ഭാഷയിലാണ് പള്ളിയിലെ ആചാരങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വന്ന് അവിടെ ചെന്ന് ഈ ഇംഗ്ലീഷ് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്, പിന്നെ ഈ ജർമ്മൻ ഭാഷ. അപ്പോൾ കൂട്ടുകാരൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞ്, അതിനെക്കുറിച്ച് ഇന്നസെൻ്റ് വിഷമിക്കണ്ട, ഇന്നസെൻ്റ് ഒരു കാര്യം ചെയ്യും, പള്ളിയിൽ ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്താൽ മതി. ഇപ്പോൾ വികാരിയച്ഛൻ ഓരോ കാര്യങ്ങൾ ജർമ്മൻ ഭാഷയിലായിരിക്കും പറയുക, അപ്പം ഞാൻ ചെയ്യുമല്ലോ, അത് നീ നോക്കി നിന്നാൽ മതി, അതിനനുസരിച്ച് നീ ചെയ്താൽ മതി. നമ്മളും പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ. അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടനെ ഞായറാഴ്ച നമ്മൾ രാവിലെ കല്യാണത്തിന് പറഞ്ഞു വിട്ടു. കല്യാണത്തിന് എല്ലാവരും എത്തി, നമ്മൾ പോയിട്ടില്ല, നമ്മൾ ഹോട്ടലിലിരിക്കുകയാണ്. ഇന്നസെൻ്റ് ഏട്ടൻ തിരികെ വന്ന് പറഞ്ഞ ഒരു വിവരം, ആദ്യം വികാരി അച്ഛൻ എന്തോ പറഞ്ഞു, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ഒളി കണ്ടിട്ട് നോക്കി. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ കൂട്ടുകാരനെ എഴുന്നേറ്റ്, ജോസഫേട്ട എഴുന്നേൽക്കുകയാണ്, ഇന്നസെൻ്റ് ഏട്ടൻ എഴുന്നേറ്റ് നിന്നു. അടുത്ത വികാരി അച്ഛൻ വേറെ എന്തോ പറഞ്ഞു, അപ്പോൾ കുരിശ് വരയ്ക്കുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ ഒളി കണ്ടിട്ട് നോക്കി, ജോസഫേട്ടൻ കുരിശ് വരയ്ക്കുന്നു, ഇന്നസെൻ്റ് ഏട്ടന് കുരിശ് വരച്ചു. അടുത്ത വികാരി അച്ഛൻ എന്തോ പറയുന്നു, അപ്പോൾ നോക്കിയപ്പോൾ ജോസഫേട്ടൻ ഇരിക്കുന്നു, ഇന്നസെൻ്റ് ഏട്ടൻ ഇരുന്നു. അങ്ങനെ ഓരോന്നും ജോസഫ് ചെയ്യുന്ന പോലെ അനുകരിച്ച് ഇന്നസെൻ്റ്, ഇത് കൊള്ളാലോ പരിപാടി, ഇപ്പോൾ എനിക്ക് ജർമ്മൻ ഭാഷ നല്ല നിശ്ചയമുണ്ടെന്ന് അവരെല്ലാം വിചാരിക്കും. അടുത്ത വികാരി അച്ഛൻ എന്തോ പറഞ്ഞു, ജോസഫേട്ട എഴുന്നേറ്റു, ഇന്നസെൻ്റ് ഏട്ടൻ എഴുന്നേറ്റു നിന്നു. പള്ളിയിൽ കൂട്ട ചിരിയാണ്, എല്ലാവരും ചിരി, ഭയങ്കര ചിരിയും ബഹളവും. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വികാരി അച്ഛൻ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞത് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. അപ്പോൾ അന്ധമായിട്ട് അനുകരിച്ചാൽ ഇന്നസെൻ്റ് ഏട്ടൻ എന്നിട്ട് ഇത് നമ്മുടെ അടുത്ത് വന്ന് ഈ കഥ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ നീയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, അങ്ങനെ ഒന്നും നടന്നില്ല, ഇതും കൂടെ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഭാവനയും കൂടെ കുറച്ച് ബുദ്ധിമുട്ടി, ജർമ്മൻ ഭാഷയിൽ ഫോളോ ചെയ്യാൻ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നും ക്ലൈമാക്സ് അങ്ങനെ പറഞ്ഞ് നമ്മളെല്ലാവരും ചിരിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും അധികം ചിരിക്കണ്ട, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അവതരിപ്പിച്ചു. ആ ഒരു കഥയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത്. അതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക, ജഗതി ചേട്ടൻ്റെ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് കിലുക്കം പടത്തിൽ അഭിനയിച്ചു. കിലുക്കം പടത്തിന് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ 10-20 ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു, 25 ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 10-20 സീൻ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പടത്തിൽ നിന്ന് നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ 1-2 ഷോട്ട് അല്ലേ. അന്ന് വാർത്തകളിലെല്ലാം നിറഞ്ഞു തന്നു, ജഗദീഷ് ഒരു സീനിലായിപ്പോയി, അല്ലെങ്കിൽ ഒരു ഷോട്ടിലായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ ലെങ്ത്ത് വളരെ കൂടിപ്പോയി. എല്ലാം കൂടെ വന്നപ്പോൾ 3 മണിക്കൂർ എന്താ പറയുക 55 മിനിറ്റ് എന്തോ ആയി. അപ്പോൾ വളരെയധികം ട്രിം ചെയ്ത് ഈ മെയിൻ ട്രാക്കുമായിട്ട് ബന്ധമില്ലാത്ത ക്യാരക്ടറാണ്. ജഗതി ചേട്ടനുമായിട്ടുള്ള ഒരു ഫൈറ്റായിരുന്നു എൻ്റെ ക്യാരക്ടർ. ഞാനും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, നിശ്ചലമായിട്ട് മത്സരിക്കുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. തിലകൻ ചേട്ടനെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ തിലകൻ ചേട്ടൻ്റെ അടുത്ത് തമാശ പറയാണ്. അപ്പോൾ ചെന്ന് പറയുമ്പോൾ ഒരുവൻ ചോദിക്കുകയാണ്, എവിടെയാണ് നിൻ്റെ നാട്? അപ്പം മറ്റേ ആൾ പറയുന്നു, തലവടി. നിൻ്റെ തൊഴിലല്ല ചോദിച്ചത്, നിൻ്റെ നാടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അന്ന് വെച്ചിരിക്കും.
ഒറ്റ അടി അടിക്കും തിലകൻ ചേട്ടൻ, ഒറ്റ അടി അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സീൻ ഷൂട്ട് ചെയ്തിരുന്നു അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ഈ ഷൂട്ടിങ്ങിനിടയിൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പോകുന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അവസാനത്തെ ദിവസം ഷൂട്ട് ചെയ്തതിൻ്റെ അന്ന് ജഗതി ചേട്ടൻ്റെ ഒരു വലിയ മനസ്സ് ഞാൻ പറയാം. ഷൂട്ടിംഗ് തീരുന്നു, ജഗതി ചേട്ടൻ്റെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഷൂട്ടിംഗ് തീർന്നു. അപ്പോൾ ജഗതി ചേട്ടൻ ഒരു കാറ്, അന്ന് ജഗതി ചേട്ടൻ്റെ വലിയ മനസ്സെന്ന് പറഞ്ഞാൽ ജഗതി ചേട്ടൻ പറയാണ് ജഗദീഷിൻ്റെ എപ്പോൾ തീരും? അപ്പോൾ പ്രിയം പറഞ്ഞു ജഗദീഷിൻ്റെ തീരുമ്പോൾ കുറച്ച് 4 മണിയാവും ചേട്ടാ, ചേട്ടൻ പൊക്കോ, ജഗദീഷിനെ വേറെ കാറിൽ വിട്ടോളാം. അപ്പം അമ്പിളിച്ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, തിരുവനന്തപുരം വരെ 2 കാറ് വേണ്ട, അത് പ്രൊഡ്യൂസർക്ക് നഷ്ടമല്ലേ, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനിയ നമുക്ക് ഒരുമിച്ച് ജോളിയായിട്ട് കഥയൊക്കെ പറഞ്ഞു പോവാം, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒന്ന് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനോടുള്ള ഇത്രയും സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ, അത് നമുക്ക് എല്ലാ കാലം എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരു യൂണിറ്റിന് വേണ്ടി അമ്പിളിച്ചേട്ടൻ നിലകൊള്ളുന്ന പോലെ ആരും മലയാള ഇൻഡസ്ട്രിയിൽ വേറെ ആരും നിലകൊണ്ടിട്ടില്ല, ഇനി നിലകൊള്ളുമെന്നും എനിക്ക് വിശ്വാസമില്ല. അത്രയ്ക്ക് കോപ്പറേറ്റീവ് ആണ്. ഇപ്പം തന്നെ പ്രൊഡ്യൂസർക്ക് എക്സ്ട്രാ എക്സ്പെൻസ് വരും എന്നുള്ള ആ കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. 2 എന്നെ കൂടെ കൊണ്ടുപോകാം എന്നുള്ളൊരു വലിയ മനസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ 4 മണിക്ക് ഞാൻ റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പം 4 മണി പ്രിയൻ്റെ ഷൂട്ടിംഗ് അല്ലേ, 4 മണി 5 മണി 6 മണി 7 മണി, അവസാനം എൻ്റെ തീർന്നപ്പോൾ യഥാർത്ഥത്തിൽ 9 മണിയായി. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു സാരമില്ല യു ടേക്ക് യുവർ ഓൺ ടൈം അനിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 9 മണിക്ക് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്പിളിച്ചേട്ടാ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആഹാരം കഴിച്ചിട്ട് പോകാം, വഴിയിൽ ഇറങ്ങി ആഹാരം കഴിക്കണ്ട, ആഹാരം കഴിച്ചിട്ട് പോകാം. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോകാം. ആഹാരം കഴിച്ചു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറയുന്നു അനിയാ നമുക്ക് കമ്പനിയായിട്ട് ജോളിയായിട്ട് പോകാം, ഹിന്ദി പാട്ടൊക്കെ പാടി ജോളിയായിട്ട് പോകാം. കാറിൽ എത്ര പേരാണ്? കാറിൽ ഞാനും അമ്പിളിച്ചേട്ടനും ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇവൻ ജോളി ഒരാളാന്ന് വിചാരിച്ചിരിക്കുക, അതാണ് അവൻ ചോദിക്കുന്നത് എത്ര പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാം ചോദിച്ചാണ്. ഏതായാലും എടുത്ത് വായിക്കണം. അപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞത് കമ്പനിയായിട്ട് പോകാമെന്നാണ്. അപ്പോൾ കാറിനകത്ത് കയറി എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ അല്പം നേരത്തെ ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ ഈ ജഗതി ചേട്ടൻ്റെ അടുത്ത് എന്താ പറയുക ജോളിയായിട്ട് പോകാമെന്നുള്ള പ്രോമിസ് കൊടുത്ത് ഞാൻ മറന്നു, എൻ്റെ സ്വാർത്ഥത, അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സുഖമായിട്ടങ്ങ് ഉറങ്ങി, നല്ല ഉറക്കം. കാരണം ഈ പകൽ മുഴുവൻ വർക്ക് ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ രാത്രി അവിടെ കഞ്ഞിയാണ്. അപ്പോൾ അവിടെ കഞ്ഞിയും ചക്കപ്പുഴുക്കൊക്കെ ആണോ? ഊട്ടിയിലേക്ക് കഞ്ഞിയാണല്ലേ? ഊട്ടി കഞ്ഞിയാണോ അറിയില്ല, പക്ഷെ നീ കഞ്ഞിയോ? ഇവിടെ ഞാൻ മാത്രം ചോറായിട്ട് എന്ത് ചെയ്യാം? ചൂട് കഞ്ഞിയാണ്. കഞ്ഞിയും കുടിക്കുമ്പോൾ എന്തായിരുന്നാലും സ്വാഭാവികമായിട്ട് ഉറക്കം വരും, നല്ല ഉറക്കം. ഉണർന്ന് നോക്കിയപ്പോൾ തിരുവനന്തപുരം എത്തി. അമ്പിളിച്ചേട്ടൻ ഇറങ്ങി വന്ന് എനിക്ക് ഡോറ് തുറന്ന് നിന്നിട്ട് പറയണം അനിയ കമ്പനിക്ക് വളരെ നന്ദി. ഞാനൊന്നും മിണ്ടിയില്ല, തല കുനിച്ചിങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞു അല്ല ആ വലിയ മനസ്സ് നോക്കണം, വേണമെങ്കിൽ ഇറക്കി അനിയ എന്താ വിളിച്ചോണത്തായിരുന്നല്ലേ കമ്പനി എന്ന് പറഞ്ഞിട്ട് പാട്ടോടെ ഉറങ്ങരുത്. അങ്ങനെ പലരും ചിന്തിക്കും. പക്ഷെ അമ്പിളിച്ചേട്ടൻ അതല്ല, ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് അവസാനം നമുക്ക് തന്നെ ഒരു വിഷമം കുറ്റബോധം ഉണ്ടാകുന്ന രീതിയിൽ ഷാർപ്പായിട്ട് ഒരു കമൻറ്റ്. അമ്പിളിച്ചേട്ടൻ്റെ കമൻറ്റ് അങ്ങനെയാണ്. വേറൊരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു സംഗീതജ്ഞൻ, ഒരു നല്ലപോലെ പാട്ട് പാടുന്ന ഒരു കലാകാരൻ, ആ കലാകാരനെ കുറിച്ച് അമ്പിളിച്ചേട്ടൻ വേറൊരാൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശബ്ദം നല്ല പാട്ടുകാരനാണ്, ചെമ്മാങ്കുടിയാണ്. അപ്പോൾ ഇയാൾ നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ കമൻറ്റ് ഷെമ്മാങ്കുടിയല്ല, അത് ഷെമ്മാങ്കുടി, ഇത് ചുമ്മാകുടി. അപ്പോൾ ഷാർപ്പായിട്ടുള്ള കമൻസാണ് അമ്പിളിച്ചേട്ടൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്പിളിച്ചേട്ടൻ ശക്തമായിട്ട് തിരിച്ചു വരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വന്നാൽ ഇപ്പോൾ എത്ര പടങ്ങളിൽ നല്ല കോമ്പിനേഷൻ, ഗിവ് ആൻഡ് ടേക്കാണ്. അമ്പിളിച്ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതിനനുസരിച്ച് അമ്പിളിച്ചേട്ടൻ സ്വന്തം കോസ്റ്റ്യൂമിനെക്കാളും സ്നേഹിക്കുന്നത് ഈ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂമാണ്. ആ കോസ്റ്റ്യൂം ചീത്താവുന്ന പുള്ളി സഹിക്കില്ല. പുള്ളി ആഹാരം കഴിക്കുമ്പോൾ ആണെങ്കിലും അതിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കും. സ്വന്തം കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും ചെളി വരണ്ടാലും പ്രശ്നമില്ല. അത്രയ്ക്ക് ഡെഡിക്കേഷനുള്ള ഒരു അർപ്പണ ബോധമുള്ള ഒരു വലിയ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ക്രിപ്റ്റിലുണ്ടാവണം. അത് അമ്പിളിച്ചേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ കഥ നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അമ്പിളിച്ചേട്ടൻ അതിനകത്തൊരു നല്ല സ്ഥാനം ഉണ്ടാവണം. കാരണം അമ്പിളിച്ചേട്ടനുമായിട്ട് എത്ര സിനിമകളിൽ ഞങ്ങൾ കോമ്പിനേഷനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഓക്കെ, അതിന് കുറേ സീനുകൾ മാറ്റി വെച്ചോളൂ. കണ്ടൻറ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ റൈറ്റ്.